ഹായ് ഹലോ നമസ്കാരം. മാതൃഭൂമി.com-ന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഫുഡ് എഫ്എമ്മിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും വെറൈറ്റികളുടെ കലവറയായ നമ്മുടെ ഫുഡ് എഫ്എമ്മിൽ ഒരു പുതിയ വിഭവമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സോമേട്ടനൊപ്പം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. നിങ്ങൾ പലരും വീട്ടിൽ ഇതുണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, പലരും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർക്കായി വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഈ മഷ്റൂം മസാല. നമുക്ക് എന്തായാലും സോമേട്ടൻ്റെ കൂടി മഷ്റൂം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. നമ്മുടെ സ്വന്തം നാടൻ ഐറ്റം ആണോ ഈ മഷ്റൂം മസാല? അല്ല, ഇത് നാടൻ ഐറ്റം അല്ല. ഇതൊരു ഇൻഡോ ചൈനീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മഷ്റൂംസ് ആണ്, റിച്ച് പ്രോട്ടീൻ ഉള്ളൊരു സംഗതിയാണ്. നോൺ വെജിറ്റേറിയൻ കഴിക്കാത്തവർക്ക് ഉള്ളൊരു നോൺ വെജിറ്റേറിയൻ എന്ന് അതിന് പറയാറ്. ചോറിന് പറ്റില്ല. ഇത് ചപ്പാത്തി, നാൻ, പത്തിരി, പൊറാട്ട അതുപോലെയുള്ള അതിനെല്ലാം വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ ഉണ്ടാക്കി തുടങ്ങിയാലോ? മഷ്റൂം മസാലയ്ക്ക് വേണ്ട ചേരുവകളൊന്ന് പരിചയപ്പെടാം. ഒരു 250 ഗ്രാം മഷ്റൂം ഉണ്ട്, അത് 4ആയി മുറിച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് സവാള ഉണ്ട്, അരിഞ്ഞു വെച്ച സവാള, തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കശുവണ്ടി അരച്ചു വെച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഫ്രഷ് ക്രീം ഉണ്ട്, സ്പ്രിംഗ് ഓനിയൻ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഓയിൽ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർക്കാൻ പോവുകയാണ്. അരിഞ്ഞു വെച്ച സവാള കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് സവാള ഇട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കഴിഞ്ഞു. ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഈ ഉള്ളിയിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. നമ്മുടെ വഴറ്റിയ ഉള്ളി ഏകദേശം അതിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ ചേരുവകളും ഒന്നിനൊന്നായിട്ട് ചേർക്കാൻ പോവുകയാണ്. ഉള്ളി ഇപ്പോൾ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ ചേരുവകളും അതിലേക്ക് ഒന്നൊന്നായിട്ട് ചേർക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് അതിലേക്ക് ഇടാൻ പോകുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അടുത്തതായി ചേർക്കേണ്ടത് മഷ്റൂമാണ്. വാങ്ങിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കണം. ഇതിങ്ങനെ വാങ്ങിക്കുന്ന ഈ മഷ്റൂമിനെ ഞാൻ 4ആയി മുറിച്ചതാണ് ഈ കാണുന്നത്. വെറുതെ നമുക്കൊന്ന് മുറിക്കാം. 4ആയിട്ട് കട്ട് ചെയ്യുക ചെയ്യുന്നത്. 4ആയി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ചേർക്കാനുള്ള സമയമായി. ഈ മസാലയിലേക്ക് ഞാൻ കൂൺ ചേർക്കുകയാണ്. അരച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടി ഇവിടെയുണ്ട്. ആ കശുവണ്ടി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. മഷ്റൂം മസാല ഏകദേശം തയ്യാറായി കഴിഞ്ഞു. അതിലേക്ക് ഇനി ചേർക്കേണ്ടത്, അവസാനമായി ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞ ശേഷം ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം നമുക്ക്. ഫ്രഷ് ക്രീം ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സവാളയുടെ കൂടെ സ്പ്രിംഗ് ഓനിയൻ കൂടി ചേർത്തിരുന്നു. അതിൻ്റെ പച്ച ഭാഗം ഞാൻ ഗാർണിഷിങ്ങിനായി മാറ്റി വെച്ചതാണ്. അതുപയോഗിച്ച് ഒന്ന്
ഈ മഷ്റൂം മസാല ഒന്ന് ഗാർണിഷ് ചെയ്യാം. എനിക്കറിയാം ഈ ഒരു ഭാഗം വരുമ്പോൾ നിങ്ങൾ പലർക്കും എന്നോട് അസൂയ വരുമെന്ന്. കാരണം സോമേട്ടനുണ്ടാക്കുന്ന ഈ വെറൈറ്റി വിഭവങ്ങളെല്ലാം രുചിച്ച് നോക്കാനുള്ള ഭാഗ്യം എനിക്കാണ്. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മഷ്റൂം മസാല തയ്യാറായി. ആ ഭംഗിയൊക്കെ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു. പതിവ് പോലെ ലക്ഷ്മി. അതെ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ആ മണമൊക്കെ കിടിലനാട്ടോ. എനിക്കറിയില്ല, എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇത് സത്യം തന്നെയാണോ ഈ കാണിക്കുന്നത്. കാരണം എല്ലാ വിഭവം കഴിച്ചിട്ട് ഞാൻ അടിപൊളിയാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുള്ള ആർക്കും സംശയം വരില്ല. കാരണം അത്രയും കിടലിനാണ്. എല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ പറയാൻ വേണ്ടത് ആ ക്രീമാണ്, ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അഥവാ ഫ്രഷ് ക്രീം കിട്ടിയില്ലെങ്കിലും നല്ല തേങ്ങാപ്പാൽ ചേർത്താലും മതി. തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ മാതൃഭൂമി.com ഫുഡ് എഫ്എമ്മിനെ അറിയിക്കുക അല്ലേ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വിഭവമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, സോമേട്ടനും ഞാൻ ലക്ഷ്മി, ഞങ്ങൾ രണ്ടുപേരും വരും. അതുവരേക്കും കാത്തിരിക്കുക. ടേക്ക് കെയർ.